നിങ്ങളിൽ ആർക്കെങ്കിലും അത്തരത്തിലൊരു സംവിധാനമോഹം ഉണ്ട് എങ്കിൽ ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ചെറിയ ഷോർട്ട് ഫിലിമോ നമുക്ക് തന്നെ ഷൂട്ട് ചെയ്ത് നമുക്ക് തന്നെ സിനിമ ചെറുതെടുത്തിട്ട് നമ്മുടെ തന്നെ യൂട്യൂബിൽ ചാനലിൽ ഇടാൻ പറ്റുന്ന ഒരു വലിയ, ചിലപ്പോൾ അത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പായിരിക്കും വൈറലാകുന്നത്. ഒരു റീലാണെങ്കിലും മതി. അത്തരം ഒരു വലിയ അനന്തമായൊരു ഓപ്പർച്യൂണിറ്റിയുടെ ഒരു സമയത്ത്, ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചാൻസസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളെയും നിങ്ങളത് ആ തരത്തിൽ തന്നെ സ്വയം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഗംഭീരമായ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ അതിലേക്ക് താല്പര്യമുള്ളവർക്കത് പ്രാക്ടീസ് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഹലോ സാർ, എൻ്റെ പേര് റയാൻ. ഈ നടന്ന യുവജനോത്സവത്തിൽ സ്റ്റേറ്റിൽ പോയായിരുന്നു. അതുപോലെ തന്നെ കേരള ഉത്സവത്തിൽ മിമിക്രിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. വെരി ഗുഡ്. മോൻ എന്നോട് എന്നാ ചോദിക്കാനുള്ളത്? സാർ അഭിനയിച്ചത് വെച്ച് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേഷം? ഞാൻ അഭിനയിച്ച സിനിമ, മോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൊച്ചുകുട്ടിയായിട്ട് അഭിനയിച്ച ഒരു സിനിമയാണ്. അതിൻ്റെ പേര് ഞാൻ എല്ലാത്തിലും കൊച്ചുകുട്ടിയാ. എനിക്കൊന്ന് ബിഗ് ഫാദർ ആയിരിക്കും. ബിഗ് ഫാദർ. ഓ ആ, കുഞ്ഞോൻ്റെ മോൻ. അതാരാ അനീരിച്ച് യൂട്യൂബ് ചാനൽ? ചേട്ടൻ്റെ പടങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പട്ടണത്തിൽ ഭൂതം. അതില് മമ്മൂക്കയായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു അവിടെ സെറ്റിൽ? പട്ടണത്തിൽ ഭൂതം മമ്മൂക്ക എന്നോട് പറഞ്ഞത് ഞാനും മിമിക്രിക്കാരനാണെന്ന് പറഞ്ഞു. ഇക്ക മിമിക്രി ചെയ്തിട്ടുണ്ട്, ആദ്യത്തെ ശമ്പളം എനിക്ക് 100 രൂപയായിരുന്നെന്നും പറഞ്ഞു. അതുകൊണ്ട് എനിക്കും അസോസിയേഷനിൽ വരണത് അങ്ങനെ ഒരു തമാശയ്ക്ക്. കാരണം അപ്പോൾ പിന്നെ മിമിക്രിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഇക്ക അവിടെ നിന്ന് പറഞ്ഞു. ഹനീഫിക്കയായിട്ട് ഒക്കെ ഹനീഫിക്കയുടെ എക്സ്പീരിയൻസ് മിമിക്രിയിലെ, ഇക്കയ്ക്ക് ഇഷ്ടമുള്ള കലാകാരന്മാർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം മമ്മൂക്ക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലുള്ള എല്ലാ കലാകാരന്മാരെയും വളരെ ശ്രദ്ധാപൂർവം നോക്കിക്കൊണ്ട് ഇരിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂകളിലൊക്കെ പലരും ഇങ്ങനെ എന്നോട് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്, ഞാൻ വാചാലനാവാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം മിമിക്രി എന്ന് പറയുന്ന സംഭവത്തിൻ്റെയൊക്കെ അല്ലെ കലയുടെ ആ കാമ്പ്, അതിനെന്തെല്ലാം സാധ്യതകളുണ്ടെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്, ഒരു കലാകാരനാണ് ഇക്ക. അപ്പോൾ വലിയ സന്തോഷമാണ് ആ ഒരു കാര്യത്തിൽ. സാറേ, എൻ്റെ ഒരു ബൈജു എന്നാണ്, കണ്ണൂരാണ് വീട്. സാറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, സാറിൻ്റെ ഹിസ്റ്ററികളിലുള്ള ചില പോയിൻറ്റ്സുകളൊക്കെ വന്നപ്പോൾ തന്നെ നമ്മളെല്ലാവരും പറയുന്ന രീതിയിലുള്ള ഒരു ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും സാറ് എങ്ങനെയാണ് അവിടെ എത്തും എന്ന് ഉറപ്പിക്കാനുള്ള എന്തെങ്കിലും അനുഭവം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ? ഉറപ്പിക്കാനായിട്ടുള്ള യാത്രയല്ല, നമ്മുടെ ഒരു ഇച്ഛാശക്തി ഉണ്ടല്ലോ. നമുക്ക് സ്വയം മെച്ചപ്പെടണം. അതായത് ഇപ്പോൾ ഈ യാത്രകളിൽ എപ്പോഴും നമ്മൾ ഓരോ ചുവട് വയ്ക്കുമ്പോഴും വീഴാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾക്ക് ഇപ്പോഴേ വേണ്ടൊരു കാര്യമാണ്. നിങ്ങൾ ഈ ശില്പശാല കഴിഞ്ഞ് നിങ്ങൾ പോയി പിന്നെ ഈ ഫീൽഡുമായിട്ട് അല്ലെങ്കിൽ ഈ കലയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ വേറൊരു മേഖലയിലൂടെ നിങ്ങൾ കടന്നു പോയാൽ സ്വാഭാവികമായിട്ടും ഇതിനകത്തേക്ക് നമുക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് റീ എൻട്രി ആയിട്ട് വരേണ്ടി വരും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ആ സമയത്ത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ കലകളെല്ലാം തന്നെ കൊണ്ടുപോവുകയും അതിനകത്തുനിന്ന് നമുക്ക് ചില സമയങ്ങളിൽ പ്രൈസ് കിട്ടും, ചില സമയം കിട്ടാതെ വരും. പ്രൈസ് കിട്ടുമ്പം സന്തോഷിക്കും, കിട്ടാതെ വരുമ്പോൾ അമിതമായിട്ട് നിരാശപ്പെടാറില്ല. സ്വയം കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്. എന്നെ എടുത്തുകൊണ്ട് എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ആ കാലം തൊട്ടേ കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടും പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് നമ്മളെ ചുവന്നുകൊണ്ട് പ്രൈസ് കിട്ടിയാൽ ഒന്നും കാര്യവും. ഒരു കാലഘട്ടത്തിലൊക്കെ ഞാൻ വിചാരിച്ചത് ഈ സർട്ടിഫിക്കറ്റൊക്കെ കാണിച്ചാൽ ജോലി കിട്ടുമെന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം വീടില്ലാത്തതുകൊണ്ട് ഇത് ചെതലരിച്ച് പോകാതിരിക്കാൻ വേണ്ടി പെട്ട പാട് എനിക്ക് മാത്രമേ അറിയൂ. കാരണം DDT ഇടുകയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, കാരണം ഇത് സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത സമയത്ത് എപ്പോഴാണ് ഒട്ടിപ്പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം സ്റ്റേറ്റിലേക്ക് അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോഴും അതിരിപ്പുണ്ട്, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വാല്യൂ എന്താണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരിക്കലും അതിന് വാല്യൂ ഇല്ലാത്തതല്ല. നമ്മുടെ ഇപ്പം അങ്ങ് പറഞ്ഞ ഈ സ്വയം മെച്ചപ്പെടുത്തുന്നതിൻ്റെ, സ്വയം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾക്ക് വേണ്ടി നേടിയെടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സ്വകാര്യമായ സന്തോഷങ്ങളിലൊന്നാണ് അത്തരം സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ചേട്ടന് ഈ കലകളുടെ ലോകത്തുനിന്ന് വന്നു, ആർട്ടിസ്റ്റായി, ഇപ്പോൾ സംവിധായകനായി.
ഇപ്പൊ ഈ സംവിധായകനായതിനു ശേഷം സംവിധായകനത്തിലേക്ക് വരാനുള്ള ഒരു വേ എന്താണ് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ? സ്കൂളിൽ ഒരു 5ാം ക്ലാസ് 4ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ തന്നെ ഡ്രാമയൊക്കെ എഴുതിയിട്ട് എൻ്റെ കൂട്ടുകാരെ കൊണ്ട് അവർക്കൊക്കെ കഥാപാത്രങ്ങളാക്കിയിട്ട് നാടകങ്ങളൊക്കെ അവതരിപ്പിക്കുമായിരുന്നു. ഞാൻ തന്നെ സംവിധാനം ചെയ്ത്. അതായത് ഈ മതമൈത്രിയൊക്കെയാണ് അതായത് ഹിന്ദുവിൻ്റെ ബ്ലഡ് മറ്റൊരാൾക്ക് കൊടുക്കുന്നു, അങ്ങനെയുള്ള അത്തരം ആശയങ്ങളായിരുന്നു ആ സമയത്ത്. മറ്റൊരു മതത്തിലുള്ള ആളുകൾക്ക് കൊടുക്കുന്നു, എല്ലാ മതങ്ങളും ഒന്നാണ്, അങ്ങനെയൊക്കെയുള്ള അന്ന് തൊട്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ സംവിധാനത്തിൽ നാടകം, അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കോളേജിലേക്ക് വന്ന സമയത്ത് കൂട്ടുകാരെ കൂട്ടിയിട്ട് ആ സമയത്ത് ഏഷ്യാനെറ്റിൻ്റെ ടാലൻറ്റ് സ്കാൻ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു, കോളേജുകളിൽ നിന്നുള്ളൊരു പരിപാടി, അതിൽ സ്കിറ്റ്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ടിനി ടോമും ഞാനും കൂടെ ചേർന്നിട്ട് സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞ് സൂര്യ ടി വിയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ സമയത്തുള്ള സ്കിറ്റുകളെല്ലാം ഞങ്ങൾ രണ്ടുപേരോട് ഇരുന്ന് എഴുതി, ഞങ്ങൾ തന്നെ സംവിധാനം ചെയ്ത് ഞങ്ങൾ തന്നെ അങ്ങ് അവതരിപ്പിക്കുകയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ അന്നേ ഒരു സംവിധാനത്തിൻ്റെ ഒരു താല്പര്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നീടാണ് ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മനസ്സിലൊരു കഥ രൂപപ്പെടുകയും ഞാൻ വിനയൻ സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് ഇങ്ങനൊരു കഥയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഫ്ലൈറ്റ് യാത്രയിൽ ഞാൻ സാറിനോട് ഈ കഥ പറയുകയാണ്. കഥ പറഞ്ഞപ്പോൾ കഥ മുഴുവൻ കേട്ടപ്പോൾ സാറ് പറഞ്ഞു, എടാ നിനക്കിത് ഡയറക്റ്റ് ചെയ്തുകൂടെ, അതൊരു വലിയ സംഭവമായിരിക്കും നീ ചെയ്താൽ. അത് മാത്രമല്ല ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല, ഈ ക്യാമറയിൽ എത്തി നോക്കേണ്ട കാര്യമൊന്നുമില്ല, മോണിറ്ററിൻ്റെ മുമ്പിലിരുന്ന് നമുക്ക് സംവിധാനം ചെയ്യാൻ പറ്റും, അതുകൊണ്ട് നീ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞൊരു ഇൻസ്പിറേഷൻ, ആദ്യത്തെ ഒരു ചെറിയൊരു തീപ്പൊരി ഇട്ട് തന്നത് സാറാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഏതാണ്ട് 5 വർഷത്തോളം ഇതിൻ്റെ പുറകിൽ കുറച്ച് ഇത് എന്താണെന്ന് മനസ്സിലാക്കാനും സിനിമയിലേക്കൊക്കെ വരുമ്പോൾ കുറച്ച് ടെക്നിക്കലായിട്ടും അന്ന് വെച്ച് കഴിഞ്ഞാൽ സംവിധാനത്തിനകത്ത് വേണ്ട മറ്റു കാര്യങ്ങളൊക്കെ അതിനൊന്നും നമുക്ക് അസോസിയേറ്റ് ഡയറക്ടറായിട്ടോ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടോ ഒന്നും പോയി പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ അഭിനയിച്ച സിനിമകളുടെയൊക്കെ പല മേഖലകളിൽ പല കാര്യങ്ങളും നമ്മൾ വർക്ക് ചെയ്താണ് നമ്മളിത് അറിഞ്ഞത്. എന്നുവെച്ചാൽ ഇതിനെ കുറച്ചുകൂടി ഒന്ന് അടുത്തടുത്ത് വന്നത്. പിന്നീട് എൻ്റെ തന്നെ ഒരു ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്തു, അങ്ങനെയാണ് സംവിധാനം. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. നമസ്കാരം ചേട്ടാ, എൻ്റെ പേര് ആര്യസ് ഗോവിന്ദാഷൻ, ഞാൻ വരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് അത്ഭുതവ് സിനിമയിൽ ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവെക്കാവോ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. മാത്രമല്ല പിന്നെ അത്ഭുതദ്വീപ് 2 വരുന്നുണ്ട്, അത് സാർ അനൗൺസ് ചെയ്തു. അതെ, അപ്പോൾ അത് മിക്കവാറും ഈ വർഷമോ അല്ലെങ്കിൽ അടുത്ത വർഷമോ അത് ഉണ്ടാവും. അത് വിനയൻ സാർ അനൗൺസ് ചെയ്തിരിക്കുന്നു, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് രാജേഷ് ബാബു. നമ്മൾ തമ്മിൽ 2ാം തവണയാണ് പരിചയപ്പെടുന്നത്. ഡൽഹി മലയാളി അസോസിയേഷൻ ഒരു പ്രോഗ്രാമിന് വെച്ച് കുറേ കുട്ടി ആരാധകരുടെ ഇടയിൽ നിന്ന് സാറിനെ ഞാൻ രക്ഷിച്ചതാണ്, ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. സിരി ഫോർട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച്. ഞാൻ എന്നെ രക്ഷിച്ചവരെ ആരും ഞാൻ ഓർക്കാറില്ല. ഓക്കെ, കാരണം രക്ഷപ്പെടാനുള്ള തന്ത്രപ്പാടിലായിരുന്നു ഞാൻ. അതുകൊണ്ട് ആ സമയത്ത് കണ്ണൊക്കെ അടച്ച് ബുദ്ധിമുട്ടായി നിൽക്കുമ്പോൾ ആരാ രക്ഷിച്ചതെന്ന് ആരറിയാനായിട്ടാണ്. എന്തായാലും താങ്ക് യു കേട്ടോ, പ്രത്യേകിച്ച് ആ ആളെ ഇപ്പോൾ പറഞ്ഞു. താങ്ക് യു. പാരഡി മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലേ, ഓണത്തിനടുക്ക പൊട്ട് കച്ചവടം എന്ന് പറയുന്ന കാസറ്റുകൾ കണ്ടിട്ടുണ്ടാവും. ഒരു 15 എപ്പിസോഡോളം അതിൻ്റെ സ്ക്രിപ്റ്റും അതിൻ്റെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നതും അതിൽ പാടിയിരിക്കുന്നതും മാത്രമല്ല ഏകദേശം 1500ഓളം പാരഡി ഗാനങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷിജു അഞ്ചുമന. നമ്മളുടെ സാധാരണ ഇലക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം മിനിമം ഒരു 30-40 ഗാനങ്ങളെങ്കിലും ഇലക്ഷനാണ് അദ്ദേഹത്തിൻ്റെ കൊയ്ത്ത് കാലം. കാരണം എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ അടുത്താണ് പാരഡി ഗാനങ്ങൾ എഴുതാൻ പറയുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ വന്നു പോയി. അപ്പോഴും ഷിജു അഞ്ചുമന പറഞ്ഞു, മന്ത്രിക്ക് വേണ്ടിയും ഞാൻ പാരഡി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് 2 വർഷം. അദ്ദേഹത്തിന് അറിയില്ല, പക്ഷെ അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തുമായിരുന്നു. ഏതെല്ലാം നല്ലൊരു കഴിവോടുകൂടി ഷിജു അഞ്ചുമനെ ഈ വേദിയിലോട്ട് ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഒരു വലിയ ഗ്യാപ്പുണ്ട് പാരഡിയും ഇപ്പോഴത്തെ മിമിക്രിയും ഈ കാലഘട്ടവും തമ്മിൽ. ആ ഗ്യാപ്പെന്ന് പറയുന്നത്, ഇത് തുടങ്ങി വെച്ചത് വീരരാജപ്പൻ ചേട്ടനാണ്. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന പലർക്കും വളരെ കുഞ്ഞു പ്രായത്തിലുള്ള ഒരു ഓർമ്മ മാത്രം ഉണ്ടാവുള്ളൂ വീരരാജപ്പൻ ചേട്ടനെ കുറിച്ച്, അല്ലേ? കല്ലെടുത്തു കീച്ചരുതേ നാട്ടാരേ, എല്ലു വലിച്ചൂരരുതേ നാട്ടാരേ, അയ്യോ കല്ലെടുത്ത് കീച്ചരുതേ നാട്ടാരേ, കപ്പക്കിടവഴി കമ്പിന്നിടവഴി ഓടുമേ ഞാനോടുമേ, ഒറ്റക്കുതിപ്പിന് വേലികളൊക്കെ ചാടുമേ ഞാൻ ചാടുമേ, ഒളിച്ചിരുന്നെറിയരുതേ നേരിട്ടെറിയണമേ,
ഒരു കാലഘട്ടത്തിൽ ഈ പാരഡി തുടങ്ങിയത് ഏകദേശം വീരരായപ്പൻ ചേട്ടൻ്റെ കാലഘട്ടത്തിനാണെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. പക്ഷെ അതിനേക്കാൾ മുമ്പ് തിക്കുറിശ്ശിയെപ്പോലുള്ള മഹാനടന്മാർ പാരഡി എഴുതിയിട്ടുണ്ട്. പി ഭാസ്കരൻ മാഷ് പാരഡി എഴുതിയിട്ടുണ്ട്. ശ്രീകുമാരൻ തമ്പി സാറ് പാരഡി എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ സിനിമയിൽ വന്നുപോയ പാരഡികളാണ്. സിനിമയിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ക്യാ ഹുവാ നിന്റെ കണ്ണിൽ, ക്യാ ഹുവാ മീൻ്റെ ചാറോ, അങ്ങനൊരു സിനിമയിൽ, ശക്തി എന്ന് പറഞ്ഞ സിനിമയിൽ ഇങ്ങനെ കുറേ പാരഡികൾ കോർത്തിണക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു സിനിമാ പാട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് കേരളത്തിൽ മാത്രമാണ് ഈ പാരഡി പരിപാടികളുള്ളതെന്ന്. അല്ല, ഇത് ലോകം മുഴുവനുണ്ട്. പരോഡിയ എന്ന വാക്ക് ഗ്രീക്ക് വാക്കാണ്. അതായത് അതിൻ്റെ അർത്ഥം കളിയാക്കി പാടുക, മറുപാട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ മാത്രമല്ല, എല്ലാ ഭാഷയിലും എല്ലായിടത്തും പാരഡികളുണ്ട്. ഈ വീരരായപ്പൻ ചേട്ടനെ പോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, കൊച്ചിൻ മിമി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. പുള്ളി പ്രാസത്തിൻ്റെ ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വരി ഞാൻ ഏകദേശം പാടിത്തരാം. ഓന്തുമത്തായി തൻ്റെ മോന്തക്കെന്തു പറ്റി, അന്തിക്കെന്തോ ജന്തു വന്നെൻ്റെ മോന്തയിൽ മാന്തി, ഓല ചങ്ങാലി കോമല ചങ്ങാലി. ഇതാണ് പാട്ട്. ഓന്തുമത്തായി തൻ്റെ മോന്തക്കെന്ത് പറ്റി, അന്തിക്കെന്തോ ജന്തു വന്നെൻ്റെ മോന്തയിൽ മാന്തി. ഇത് പഞ്ചാര പാല് മിഠായി, ഓ പഞ്ചാര പാല് മിഠായി, പണ്ടാറ കാലമത്തായി, ഓ പണ്ടാറ കാലമത്തായി, ഉണ്ടക്കണ്ണൻ മീശക്കാരൻ തല്ലിപ്പൊളി, ഓ പണ്ടാറ കാലമത്തായി. അങ്ങനെ പോകുന്നതാണ് നമ്മുടെ പാരഡിയുടെ മറ്റൊരു. ഞാനൊരു കാൻഡിഡേറ്റ് ആയിട്ട് ഇലക്ഷന് നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊരു പാട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. ചിഹ്നം വല്ല നിർബന്ധമുണ്ട്? അതോ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചിഹ്നം പറയാവോ? കോടാലിയോ കുന്തോ വഞ്ചിയോ പൂട്ടുകുറ്റിയോ ഏതെങ്കിലും ഒരു. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, ആ പാട്ട് വെച്ചിട്ട് നമുക്കൊരു പാട്ട് സെറ്റ് ചെയ്യാം. ഇക്കയുടെ പേരിൻ്റെ ഇൻഷ്യൽ എന്താണ്? KS നൗഷാദ്. നാട്ടിൽ നന്മ വരാൻ വോട്ടേകണം കുന്തം ചിഹ്നത്തിൽ. പുള്ളിയുടെ ചിഹ്നം കുന്തമാണ് എന്ന് വെക്കാം. നാട്ടിൽ നന്മ വരാൻ വോട്ടേകണം കുന്തം ചിഹ്നത്തിൽ, KS നൗഷാദിനെ വോട്ടേകണം കുന്തം ചിഹ്നത്തിൽ. വാർഡ് കാത്തിരുന്ന രക്ഷകന നന്മ മരമ നാടിൻ നേതാവായി വന്നവനാ. വാർഡ് നന്നാകുവാൻ വേറെയൊന്നും ചിന്തിക്കാനില്ല, അന്തം വിട്ടു നിൽക്കാതെ ഓരോ വോട്ടും കുന്തത്തിൽ ചെയ്യൂ. നാടിൻ ഭാഗ്യം തന്നെ നൗഷാദിക്ക് ജയിച്ചാൽ, നാടിൻ ഭാഗ്യം തന്നെ നൗഷാദിക്ക് ജയിച്ചാൽ, ഇക്ക ജയിച്ചു വരാൻ ബോത്തിൽ കയറി കുത്ത് കുത്ത് കുന്തം ചിഹ്നത്തിൽ, കുന്തം ചിഹ്നത്തിൽ, കുന്തം ചിഹ്നത്തിൽ, കുന്തം ചിഹ്നത്തിൽ. നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഒരു വിഷയം പൊറോട്ടയെ കുറിച്ചൊരു പാരഡി എഴുതാനാണ് എന്ന് വെച്ചാൽ, പൊറോട്ട നമ്മുടെ മുമ്പിൽ തരുന്ന വിഷയമാണ്. വള്ളിക്കുടിലിനുള്ളിലിരിക്കും പുള്ളിക്കുയിലേ പാടു, പുള്ളിക്കുയിലേ പാടു. ഇതാണ് പാട്ട്. വള്ളിക്കുടിലിനുള്ളിലിരിക്കും. ഇപ്പം നമുക്ക് അക്ഷരങ്ങളൊക്കെ വിട്ടേക്കാം. നമ്മുടെ മുന്നിലിരിക്കുന്നത് പൊറോട്ട എന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇതുപോലെ പഞ്ചാര കാലം മത്തായി എന്നുള്ള വാക്ക് പിടിക്കാൻ പറ്റിയില്ല എന്ന് ഓർത്തു. ഒന്ന് പാടിയേ. ചായക്കടയിലെ ഉള്ളിലിരിക്കും കുഞ്ഞു പൊറോട്ടേ വാവാ, കുഞ്ഞു പൊറോട്ടേ വാവാ. അത്യാവശ്യം മീറ്റർ ഒപ്പിച്ചിട്ടുണ്ട്. തോർത്തിൻ്റെ അടിയിലാണ് ഈ പൊറോട്ടയുടെ മേക്കിങ് കിടക്കുന്നത്. നമ്മളെ കണ്ടിട്ടില്ലേ, കടയുടെ വാതിക്കയിൽ കുറേ മൈദകൾ ഇങ്ങനെ മൈദ കുഴച്ച് വെച്ചിട്ട് ഒരു തോർത്തിട്ടങ്ങ് മൂടും. അപ്പോൾ അവിടെ മുതലാണ് നമ്മുടെ പാട്ട് തുടങ്ങുന്നത്. തോർത്തിനടിയിൽ റെസ്റ്റിലിരിക്കും മൈദാമാവേ കേൾക്കൂ, മൈദാമാവേ കേൾക്കൂ, നിന്നെ ഉരുട്ടി അടിച്ചു പരത്തിയാൽ നിൻ പേരാണ് പൊറോട്ട, നിൻ പേരാണ് പൊറോട്ട. തോർത്തിനടിയിൽ റെസ്റ്റിലിരിക്കും മൈദാമാവേ കേൾക്കൂ, മൈദാമാവേ കേൾക്കൂ, നിന്നെ ഉരുട്ടി അടിച്ചു പരത്തിയാൽ നിൻ പേരാണ് പൊറോട്ട, നിൻ പേരാണ് പൊറോട്ട. ലോകത്ത് തന്നെ ആദ്യത്തെ മിമിക്സ് വർക്ക്ഷോപ്പ്, അതുപോലെ തന്നെ പാരഡി വർക്ക്ഷോപ്പും ഈ വേദിയാണ്. ഇത് അനുഗ്രഹീതമായൊരു വേദിയാണ്. അതായത് ഒരുപാട് പ്രതിഭാധനന്മാരായ, ദൈവതുല്യരായ, ഗുരുതുല്യരായ ഒരുപാട് പേര് നിറഞ്ഞാടിയ ഈ സ്റ്റേജിൽ ഇവിടെ നിന്നിട്ട് അവർ പഠിച്ച വേദിയിൽ കയറി നിന്നിട്ടൊന്ന് പഠിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് ലോകത്തെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പാട്ട്, എൻ്റെ ക്ലാസ് ഇഷ്ടമായോ?
അടിക്കും. മിമിക്രിക്കാരേ സലാം, മിമിക്രിക്കാരേ സലാം, ചിരിയലയുയർത്തും നിങ്ങൾക്കായിരം സലാം. ഇവിടെ നടമാടുമീ കലികാല കാഴ്ചകൾ കാട്ടുന്നു നിങ്ങളോ ആക്ഷേപഹാസ്യമായി. മിമിക്രിക്കാരേ സലാം.